ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് മാസമായിട്ട് ഞാൻ എടുത്തു വെച്ച വ്ളോഗാട്ടോ. അത് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. എനിക്ക് കുറച്ച് ഓൺലൈൻ എക്സാമിൻ്റെ ഒക്കെ തിരക്കും പിന്നെ കിട്ടൂസിൻ്റെ ഇടയ്ക്ക് ചുമയൊക്കെ ആയിട്ട് അപ്പം അത് കാരണം എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ചുമ്മാ ഒരു വൈകുന്നേരത്തെ ഔട്ടിങ് കേട്ടോ. നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ ആലപ്പുഴയിൽ അത്തയുടെ വീട്ടിലൊക്കെ കയറിയിട്ട് അവിടുന്ന് കസിൻസൊക്കെ ആയിട്ടായിരിക്കും ബീച്ചിൽ പോകുന്നത്. ഞാൻ ആലപ്പുഴയിൽ നമ്മുടെ കച്ചവടക്കാരുടെയൊക്കെ കുറച്ച് ഇതൊക്കെ എടുക്കാട്ടോ. പിന്നെ നമ്മൾ കസിൻസൊക്കെ ആയിട്ട് ഇനിയിപ്പം ബീച്ചിലോട്ട് പോവാണ്. പിന്നെ അവിടെ ചെന്നിട്ടുള്ളത് ഞാൻ അധികം എടുത്തില്ല കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ കസിൻസായിട്ടൊക്കെ ബീച്ചിൽ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും പോകുന്നത്. ഇപ്പം വിഷു ടൈം ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാൻ ഉള്ളൊരു മൂഡൊക്കെ വന്നത് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ JTDയിലൊരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല പ്രാക്ടിക്കൽസ് ഉണ്ട് ചെയ്യാൻ. അപ്പോൾ അതുമായിട്ടൊക്കെ കുറച്ച് ബിസിയാണ്. അത് കാരണമാണ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിപ്പോൾ കേട്ടോ. നേരത്തെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലുതായിട്ട് പണിയൊന്നുമില്ലല്ലോ, വീട്ടിലത്തെ പണി മക്കളുടെ അതൊക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പം അതിൻ്റെയും കൂടെ തിരക്കായത് കാരണമാണ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരാത്തത്. നമ്മൾ ഒരു 4 മണിയൊക്കെ ആയപ്പം ബീച്ചിലെത്തി. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 11 മണിയായപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ അത്തയുടെ അവിടെയൊക്കെ കയറി. പിന്നെ അവിടെ നിന്ന് പിന്നെ ബീച്ചിൽ വന്നു. പിന്നെ നമ്മൾ ബീച്ചിലോട്ട് വരുന്ന അറിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ഡ്രസ്സ് എപ്പോഴും കരുതും. കാരണം കിട്ടും കണ്ണൂസൊക്കെ വെള്ളം കണ്ടാൽ പിന്നെ ഡ്രസ്സ് മുഴുവൻ നനയ്ക്കണം, അതാ ഒരു രീതി. അപ്പോൾ എപ്പോഴും ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് എടുക്കാറുണ്ട്. പിന്നെ കുറച്ച് ഷോർട്സൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇൻസ്റ്റയിൽ റീലൊക്കെ ഇടാമെന്ന് വെച്ചാൽ എടുക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ എടുത്ത് വയ്ക്കും, ഒന്നും അപ്ലോഡ് ചെയ്യത്തില്ല, ഒന്നുമില്ല. ആ സമയത്ത് തോന്നുന്നു എല്ലാം എടുത്ത് വയ്ക്കാം, നമുക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്യണം. പിന്നീട് പിന്നെ അത് മറന്നു പോകും. ചിലത് പിന്നെ ഓർത്ത് വെച്ച് അപ്പം തന്നെ ചെയ്യും.
ബീച്ചിൽ വന്നാൽ പിന്നെ നമ്മൾ അസ്തമയം കണ്ടിട്ടേ മടങ്ങത്തുള്ളൂ. അത് നമുക്ക് നിർബന്ധം. ആ ഒരു ടൈം ബീച്ചിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ പോകത്തുള്ളൂ. ചിലപ്പം നന്നായിട്ട് ഇരുട്ടിയിട്ടേ പോകത്തുള്ളൂ. അതൊരു സുഖം. ഇരുട്ടത്ത് അവർ ഗാർഡുകൾ സമ്മതിക്കത്തില്ല. നമ്മൾ കുറച്ചുകൂടെ കയറി നിന്നിട്ട് വ്യൂ ഒക്കെ കണ്ട് അത് ഞാൻ എപ്പോഴും മൊബൈൽ എടുക്കും കേട്ടോ. എനിക്ക് സൺസെറ്റ് വരയ്ക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ മൊബൈലിലെടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് സൺസെറ്റ്. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ബീച്ചിൽ നമ്മൾ സ്ഥിരം ചായയും കടിയൊക്കെ കഴിക്കുന്നൊരു കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് പിന്നെ കഴിക്കും. നമ്മൾ കൈ പിടിച്ചില്ലെങ്കിൽ അങ്ങ് പോകാൻ വഴക്കടിക്കും കണ്ണൂസ്. അതിന് ഞാൻ കൈ ഇറുക്കി പിടിച്ചേക്കും കേട്ടോ. ഒരു കയ്യിൽ മൊബൈലും പിടിച്ച് വ്ളോഗ് എടുക്കും, ഒരു കയ്യിൽ കണ്ണൂസിനെ പിടിക്കും. അവന് പിന്നെ അങ്ങനെ ഡ്രസ്സൊന്നും നനയുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല. കിട്ടുവാണ് ഡ്രസ്സ് നനയ്ക്കണം. ബീച്ചിൽ വന്ന് എങ്ങനെയും കുളിക്കണം എന്ന് വിചാരമുള്ള ആൾ കിട്ടൂസാണ്. കണ്ണൂസിന് പിന്നെ കാലൊക്കെ നനച്ചാൽ മതി. ആറുമണി കഴിയുമ്പോഴേക്കും നല്ല ശക്തിയാട്ടോ തിരമാലയ്ക്കൊക്കെ. അതുവരെ കുറച്ച് കാമായിട്ടിരിക്കും. അത് കഴിയുമ്പോൾ കുറച്ച് ശക്തി കൂടും. ആ സമയം നമ്മൾ ഒത്തിരി ഇറങ്ങത്തില്ല. അങ്ങനെ ഇപ്പം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൂര്യാസ്തമനം കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ എവിടുന്നേലൊക്കെ ചായയും പിന്നെന്താ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ കഴിക്കണം. ഇനി പഴംപൊരി അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ, കൊള്ളത്തില്ലായിരുന്നു. കോളിഫ്ലവർ നല്ലായിരുന്നു. നല്ല പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത്രയും ഇതാവത്തില്ല, എന്നാലും കുഴപ്പമില്ല. അവർ അത് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിലൊന്നും കഴുകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവർ ഡയറക്റ്റ് അരിഞ്ഞ് മാവിലിട്ട് വറക്കുമല്ലോ. വീട്ടിലാകുമ്പോൾ നമ്മൾ ആദ്യമേ അത് കഴുകിയിട്ടാൽ പിന്നെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വയ്ക്കുന്നത്. ഇവിടങ്ങളിൽ അവർ എളുപ്പപ്പണിയല്ലേ നോക്കത്തുള്ളൂ. അപ്പം പിന്നെ ബജ്ജി കുഴപ്പമില്ലായിരുന്നു. മുളക് ബജ്ജി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായ അടിപൊളിയായിരുന്നു. മാത്രം പഴംപൊരി രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ബീച്ച് വ്ളോഗ്. ഇപ്പോൾ ബോറടിക്കുമ്പോൾ നമ്മൾ ഇതുപോലൊരു ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോവും. നല്ല സുഖമാണപ്പം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.